ആദിപരാശക്തിയുടെ 9 ഭാവങ്ങളെ 9 ദിവസങ്ങളായി ആരാധിക്കുവാനുള്ള വേളയാണ് നവരാത്രി കാലം. ദേവി പ്രീതിക്കുള്ള ഉത്തമ മാർഗമാണ് നവരാത്രി വ്രതം. കന്നിമാസത്തിലെ അമാവാസി കഴിഞ്ഞു വരുന്ന വെളുത്തപക്ഷ പ്രഥമം മുതൽ നവമി വരെയുള്ള ദിവസങ്ങളാണ് നവരാത്രി വ്രതം അനുഷ്ഠിക്കേണ്ടത്. അതനുസരിച്ച് ഈ വർഷം സെപ്റ്റംബർ 22 തിങ്കളാഴ്ചയാണ് നവരാത്രി വ്രതം ആരംഭിക്കുന്നത്. നവരാത്രി കാലത്ത് ആദ്യ 3 ദിനം പാർവതി ദേവിക്കും, അടുത്ത 3 ദിനം ലക്ഷ്മി ദേവിക്കും, അവസാന 3 ദിനം സരസ്വതി ദേവിക്കും പ്രാധാന്യം നൽകുന്നു. ദുർഗാഷ്ടമി നാളിൽ ദുർഗയായും, മഹാനവമി ദിനത്തിൽ ലക്ഷ്മിയായും, വിജയദശമിയിൽ സരസ്വതിയായും ആരാധിക്കുന്നു. എല്ലാ ദോഷപരിഹാരത്തിനും ഉത്തമമാണ് നവരാത്രി വ്രതം. വിദ്യാർത്ഥികൾ മാത്രമല്ല നവരാത്രി വ്രതം ആചരിക്കേണ്ടത്. ഏതു പ്രായത്തിലുള്ളവർക്കും മാതൃസ്വരൂപിയായ ദേവിയുടെ അനുഗ്രഹത്തിനായി ഈ വ്രതം അനുഷ്ഠിക്കാവുന്നതാണ്. ഈ വർഷം നവമി തിഥി 2 ദിവസങ്ങളിലായി വരുന്നതിനാൽ 11 ദിവസം നീണ്ടു നിൽക്കുന്ന വ്രതാചാരമാണുള്ളത്. മനസ്സിനെയും ശരീരത്തെയും ശുദ്ധമാക്കാനുള്ള വ്രത കാലയളവാണ് നവരാത്രി കാലം. ദേവീസ്തുതികൾ ജപിക്കുന്നതും ലളിതാ സഹസ്രനാമ ജപവും അത്യുത്തമമാണ്. വ്രതമനുഷ്ഠിക്കുന്നവർ ഭക്ഷണത്തിൽ മാത്രമല്ല വാക്കിലും പ്രവൃത്തിയിലും ശുദ്ധിയുണ്ടാകണം. പ്രപഞ്ച സൃഷ്ടിക്ക് കാരണമാകുന്ന ശക്തിയാണ് ദേവി. അതുകൊണ്ട് സാക്ഷാൽ പരാശക്തിയായ ദേവി പ്രപഞ്ച മാതാവ് തന്നെയാണ്. താം സർവ്വവിശ്വജനനി മനസാ സ്മരാമി എന്നാണ് ദേവി ഭാഗവതത്തിലെ പ്രാർത്ഥന. സർവ്വപ്രപഞ്ചത്തിന്റെ മാതാവായ ദേവിയെ മനസാ സ്മരിക്കുന്നു എന്നാണ് അർത്ഥം. സാക്ഷാൽ പരമശിവൻ പോലും ശക്തിയോട് ചേർന്നിരിക്കുമ്പോൾ മാത്രമേ എന്തിനും ശക്തനാകുന്നുള്ളൂ. അതാണ് പരാശക്തിയുടെ ശക്തി. നമ്മെ ഓരോരുത്തരെയും പ്രവർത്തിക്കാൻ കഴിവുള്ളവരാക്കുന്നതും ദേവി ചൈതന്യത്തിന്റെ ഇതേ ശക്തി തന്നെ.